അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് അന്ന് സംഘത്തിൻ്റെ ഒരു ബൈഠക്ക് നടക്കുകയാണ്. എറണാകുളത്തെ ഇപ്പോഴത്തെ കാര്യാലയം, സംഘ കാര്യാലയം, അതിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ട് ഒരു ബൈഠക്ക് നടക്കുകയാണ്. എറണാകുളം ആ കാര്യാലയം ഉദ്ഘാടനം ചെയ്യുന്നതിന് എന്തെല്ലാം വിഷയമൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ അന്ന് ഈ സംഘവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രസ്ഥാനത്തിലെയും സംസ്ഥാന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയിരുന്നു ആ സ്ഥലത്ത്. അപ്പോഴാണ് രാത്രി ഈ പ്രഖ്യാപനം വന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, സംഘം നിരോധിച്ചു എന്നുള്ള പ്രഖ്യാപനം വരുന്നത്. അത് കഴിഞ്ഞ് അപ്പോൾ അത് കേട്ടപ്പോൾ പലരും ഇതായി. അപ്പോൾ അത് കഴിഞ്ഞ് ഏതാനും സമയത്തിനകം നാഗപ്പൂരിൽ നിന്ന് സംഘത്തിൻ്റെ അറിയിപ്പും കിട്ടി. കഴിയാവുന്നിടത്തോളം പ്രവർത്തകർ ഒളിവിൽ പോകണം, ഒളിവിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. കൂടുതൽ ആളുകൾ പോലീസിൻ്റെ പിടിയിൽ, എല്ലാവരെയും അവർ അറസ്റ്റ് ചെയ്യും കാണുന്നവർ. അപ്പം അതുകൊണ്ട് അവരുടെ പിടിയിൽ പെടാതെ പ്രവർത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. കളരുന്നത്ര വേഗത്തിൽ എല്ലാവരും അവരവരുടെ കേന്ദ്രങ്ങളിലേക്ക് മടങ്ങണം എന്നുള്ള നിർദ്ദേശവും ഏതാനും മണിക്കൂറുകൾക്കകം വന്നു. അപ്പം അതനുസരിച്ച് അവിടുന്ന് എല്ലാവരും വിവിധ വള്ളങ്ങളിൽ, അപ്പോൾ അവിടുന്ന് അത് തയ്യാറാക്കി എന്താ പോകേണ്ടത്, എല്ലാ പ്രവർത്തനവും അതോടുകൂടി നിന്നു. എന്നിട്ട് അടുത്ത വിവരത്തിന് ശേഷം ബാക്കി വർക്ക് നടത്തിയാൽ മതി എന്നാണ്. അപ്പോൾ എല്ലാവരും ഒളിവിൽ പോയി. അപ്പോൾ എന്തായതാണെന്ന് അറിയില്ല. ഇവിടെ സംഘത്തിൻ്റെ ആളുകൾ അന്ന് ഒരു വലിയ സഹായം കിട്ടിയത് അന്തരിച്ച അന്നത്തെ പ്രാന്ത പ്രചാരക്ക് ഭാസ്കർ റാവുജിനെ ഇവിടുത്തെ ഏതാണ്ട് ഒരു പോലീസുകാർക്കും സ്പെഷ്യൽ ബ്രാഞ്ചുകാർക്കും അറിയില്ല. മാത്രമല്ല അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അവർക്ക് വന്ന ലിസ്റ്റ് അനുസരിച്ച് ഭാസ്കർ രാജു കളംബിയ എന്ന പേരാണ് വന്നത്. കേരളത്തിൽ സംഘത്തിൻ്റെ വർക്ക് നിയന്ത്രിക്കുന്നതും നടത്തുന്നതുമൊക്കെ ഭാസ്കർ റാവു കളംബിയ എന്ന ഒരാളാണ് എന്നാണ് കേന്ദ്രത്തിൽ നിന്ന് ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ഇവിടെ കിട്ടിയ റിപ്പോർട്ട്. ഈ കളംബിയയിലെ സ്വയംദേവന് പോലും അറിയില്ല ഏതാണ് ഈ കളംബിയ എന്നുള്ളത്. അപ്പോൾ അവർ പലരോടും ഇങ്ങനെ ചോദിച്ചു, ഭാസ്കർ റാവു കളംബിയെ കണ്ടിട്ടുണ്ടോ? അതൊന്ന് കളംബിയ അങ്ങനെ ആളില്ല എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഭാസ്കർ റാവുജിൻ്റെ പേര് അതാണ്, മെക്കാനിക്കലായിട്ട് അവരുടെ ഫാമിലി പേരാണ് ഈ കളംബിയ എന്നത്. അപ്പം അതുകൂടെ ആർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഭാസ്കർ റാവുജിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു, പലരെയും ബന്ധപ്പെടാൻ സാധിച്ചു. വളരെ പരസ്യമായിട്ടല്ലെങ്കിലും ഒക്കെ രഹസ്യമായിട്ടൊക്കെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും. പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല, എല്ലാവരും ഇങ്ങനെ ഉള്ളിൽ കൂടിയും പുറത്തു കൂടിയൊക്കെ നടക്കും, പോകുന്നൊക്കെ ഉള്ളൂ. വീണ്ടും പൂർണ്ണമായിട്ടും ഒളിവിലായിരുന്നു. പക്ഷേ പിന്നീട് കുറേയൊക്കെ ബന്ധപ്പെട്ട BMS BJP ഒന്നും നിരോധിച്ചിട്ടില്ല. അതിനൊക്കെ വർക്ക് ചെയ്യാൻ സംഘം മാത്രമേ നിരോധിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഓഫീസ് പ്രവർത്തിക്കുന്നതിന് വിഷമമില്ല എന്നുള്ള പോലീസുകാരുമായിട്ട് നമുക്ക് പോലീസ് ഓഫീസേഴ്സുമായിട്ടൊക്കെ ചില ബന്ധത്തിൻ്റെയൊക്കെ അടിസ്ഥാനം അന്വേഷിച്ചപ്പോൾ BMS തുറന്ന് പ്രവർത്തിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, BJPയും ചെയ്യാൻ അതൊന്നും നിരോധിച്ചിട്ടില്ല എന്ന നിലയ്ക്ക് BMSൻ്റെ ഓഫീസ് തുറന്നു അവിടെ. അപ്പോൾ ആ ഓഫീസ് അപ്പം നമുക്ക് ഉള്ളത് ആ ചെറിയ ഓഫീസ് ഉണ്ടല്ലോ അവിടെ വേണുകേട്ടനും ഞാനൊക്കെ എന്നാലും ഇടയ്ക്കിടയ്ക്കാണ് സ്പെഷ്യൽ ബ്രാഞ്ചുകാർ വന്ന് പിടിക്കാനൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെ ഒരു സൗകര്യം കിട്ടിയത് വളരെ നന്നായി. സംഘത്തിൻ്റെ പ്രവർത്തനം നമുക്ക് അവിടെ ഇരുന്ന് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്താൻ സാധിച്ചു. BMSന് വർക്കൊന്നും ചെയ്യാനില്ല, കാരണം സമരങ്ങളും ഡിമാൻഡ് കൊടുക്കലൊക്കെ നിരോധിച്ചിരിക്കുന്നു. അതൊന്നും മുദ്രാവാക്യം വിളിക്കാനൊന്നും ആരുമില്ല. ഈ നാഴികയ്ക്ക് 40 വട്ടം മുദ്രാവാക്യം വിളിച്ചിരുന്ന സഖാക്കളെയും CITൻ്റെ ഒന്നും പൊട്ടി പോലും കാണാനില്ല അന്ന്. ഒരു ഡിമാൻഡും ഒന്നുമില്ല. അത്യാവശ്യം ചില സ്ഥലത്തൊക്കെ നടത്തിയിട്ടുള്ളത് നമ്മൾ തന്നെയുള്ളൂ അന്നും. അപ്പോൾ അതുകൊണ്ട് വേറെ വർക്കൊന്നുമില്ല, സംഘത്തിൻ്റെ വർക്കാണ്. അത് BMS ഓഫീസ് കേന്ദ്രീകരിച്ച് ഞങ്ങൾ അന്ന് നടത്തിയിരുന്നു. ഒളിവിലായിരുന്നു, വീണേട്ടനും അന്ന് ഒളിവിലായിരുന്നു. അത് കഴിഞ്ഞു 2 മാസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ടാങ്കിടിജി ആണ് ആദ്യമായിട്ടൊരു അഖിലേന്ത്യാ നേതാവ് എന്ന എനിക്ക് കോഴിക്കോട്ട് വന്നത്. കാരണം കോഴിക്കോട് ടാങ്കിടിജിക്ക് ഡയറക്റ്റ് പരിചയമുള്ള സ്ഥലവും ധാരാളം പരിചയക്കാർ ഇവിടെ ഉള്ളത് കൊണ്ടും അത്യാവശ്യം മലയാളമൊക്കെ സംസാരിക്കാൻ അറിയുന്നതും മലയാളം കേട്ടാൽ നന്നായിട്ട് മനസ്സിലാവുന്നത് കൊണ്ടൊക്കെ
അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ടാങ്കിരിജിയാണ് അവർ ഇങ്ങോട്ട് നിശ്ചയിച്ചത്. ടാങ്കിരിജി ഇവിടെ വന്നു. അദ്ദേഹം നേരിട്ട് ഒരു ഓട്ടോറിക്ഷ, ഒരു കൈരക്ഷ, അന്ന് കൈരക്ഷയുണ്ട്, കൈരക്ഷ കയറിയിട്ട് കുമാരേട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇവിടുത്തെ മാങ്കാവിൽ പരിചയം ഉണ്ടായിരുന്നു. കുമാരേട്ടൻ ബോംബെയിൽ ESIൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ആ പരിചയമൊക്കെ ഉണ്ടായിരുന്നു. പരിചയം വെച്ചിട്ട് അവിടെ പോയത്. അപ്പോൾ അവിടെ പിന്നെ നമ്മൾ അവിടുന്ന് വിവരം അറിയിച്ചത് ഇന്ന സ്ഥലത്തുണ്ട്, ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞ് അവിടെ പോയിട്ട് സംബന്ധിച്ചിട്ടാണ് അടിയന്തരാവസ്ഥയിലെ പ്രവർത്തനങ്ങൾക്ക് ഒരു രൂപം നൽകിയത് കേരളത്തിൽ നാൾ കേട്ടത്. അതിൽ BMSൻ്റെ അവർക്കൊന്നും തൽക്കാലം നടക്കില്ല എന്നുള്ള നിലയ്ക്ക് BMSനും ഒരു പങ്കുണ്ടായിരുന്നു. ഇതിൻ്റെ പിന്നെ കിട്ടിയിട്ടുള്ള വർക്ക് വാസ്തവത്തിൽ സംഘർഷ സമിതിയുടെ സത്യാഗ്രഹത്തിന് ആളുകൾ തയ്യാറാക്കുന്ന വർക്കാണ് BMSനെ പിന്നെ ഏൽപ്പിച്ചത്. അപ്പോൾ നമ്മളതിന് വേണ്ടി കുറേ ആളുകളെയൊക്കെ തയ്യാറാക്കി സംഘർഷ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വർക്ക് തുടങ്ങിയതാണ്. പ്രത്യേകിച്ച് വേറെ വർക്കൊന്നും അന്ന് ഇല്ലായിരുന്നു. സംഘത്തിൻ്റേതായിരുന്നു പൂർണ്ണമായ വർക്ക്.